ഹായ് ഗായ്സ്, ഫസ്റ്റ് തന്നെ ഒരു ഡിസ്ക്ലെയിമർ അങ്ങ് പറഞ്ഞേക്കാം. ബിക്കോസ് ഇനി വേറെ ഇഷ്യൂ ഒന്നും വരണ്ടല്ലോ. അതായത് ഞാനൊരു ഡോക്ടറൊന്നുമല്ല, ബട്ട് ഐ ആം ഷെയറിങ് വിത്ത് യു മൈ റിയൽ ലൈഫ് എക്സാമ്പിൾസ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, സറൗണ്ടിങ്ങുള്ള ആൾക്കാർ എഴുന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ, പ്ലസ് ഐ ഹാവ് റെഡ് മെനി ആർട്ടിക്കിൾസ് ആൻഡ് ജേർണൽസ് റിലേറ്റിംഗ് ദിസ് സ്റ്റഫ്. ഓക്കെ, സോ ഞാൻ 3 കഥകൾ പറയാം. കഥകൾ അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ഈ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ടു നോ വാട്ട് ഈസ് ADHD. Oh, sorry, I forgot. ADHD means like this is attention deficit hyperactivity disorder. Okay. ഇതിൻ്റെ ഫുൾ ഫോം ആണ് പറഞ്ഞത്. പക്ഷേ ഇതിന് ബെറ്റർ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഞാൻ 3 കഥകൾ പറയാം. എന്നാലും പിന്നെ റെയിലാക്കാണ്ട് കഥകളിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാ. ഫസ്റ്റത്തെ കഥ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥയാണ്. അതായത് നമുക്ക് അവനെ താളെന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഒരു ലാസ്റ്റ് ഇയർ അവനാണ് ഞാൻ ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഡീപ്പായി ചിന്തിക്കാനുള്ള കാരണം. ഇവൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, എടാ മോനെ, വിളിച്ചല്ല, സോറി, ഇത് വാട്സപ്പിലാണ്. ഇങ്ങനെ പറയുന്നത്, എടാ ഞാൻ കുറച്ച് പ്രോബ്ലത്തിൽ ട്രബിളിലാണ്. അപ്പം ഞാൻ എന്താ, അപ്പോൾ കുറച്ച് ആയിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു അധികം. അപ്പോൾ പുള്ളിക്കാരിങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഹീസ് ഇൻ എ ബിഗ് ഫിനാൻഷ്യൽ ട്രബിൾ, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറ്റിയത്, കാര്യം എന്താ പറയണല്ലോ, പറയാലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിങ്ങനെ കുറച്ച് ബിസിനസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഓക്കെ, ബിസിനസ് നല്ലതാണ്. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് കടങ്ങളൊക്കെ എമൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. അപ്പോൾ ഞാൻ അവരുടെ ഇത്ര ചെറിയ ഏജിൽ നമ്മൾ ഇത്ര വലിയ പിന്നെ കടങ്ങൾ എങ്ങനെ വന്നത്. അപ്പോൾ അവൻ എക്സ്പ്ലെയിൻ ചെയ്തു, അവൻ ഓപ്പൺ അപ്പ് ആയി. അവൻ പറഞ്ഞു, അതായത് അവന് ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചെയ്തിരിക്കുന്നത് അറൌണ്ട് 7 ഡിഫറെൻറ്റ് ബിസിനസ്സസ്. വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ തരാം. 7 ഡിഫറെൻറ്റ് ബിസിനസ്സുകൾ. അതായത് ഫസ്റ്റ് ഇയാൾ, നമ്മുടെ താളൻ, ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അപ്പോൾ ഒരു വർഷത്തോളം അവനത് കൊണ്ടു നടന്നു. ഒരു വർഷമില്ല, 8 or 9 months. അപ്പോൾ പുള്ളിക്കാരന് അത് ലോസാന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തു പോലും. ഞാൻ പറഞ്ഞു, ഓക്കെ, ലോസായാൽ ക്ലോസ് ചെയ്യണം, ശരി. സെക്കൻഡ്, ഇയാളൊരു ചെറിയൊരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങി. അത് പറഞ്ഞ പോലെ തന്നെ ഒരു 1 year ആവുന്നതിന് മുമ്പ് തന്നെ ആയപ്പോൾ അതും ക്ലോസ് ചെയ്തില്ല, വിറ്റു, വേറൊരാൾക്ക് വിറ്റു. അപ്പോൾ ഇതിനൊക്കെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത് ഇയാൾ തുടങ്ങുന്ന ഒരു താളനൊരു ബൈക്കിന്റെ ഷോറൂം തുടങ്ങി. ഈ സാധനവും പറഞ്ഞ പോലെ 6 മാസം കൊണ്ട് എന്തൊക്കെ ഇഷ്യൂ ഒക്കെ ആയി, ഇവന് മതിയായി, ഒഴിവാക്കി. അതിന് നിർത്തിയിട്ടില്ല. 4ാമത് ഇവന് വേറൊരു സംഭവം തുടങ്ങി, ഫർണിച്ചർ ഷോപ്പ്. ഈ സാധനം പറഞ്ഞ പോലെ തന്നെ 1 year കൊണ്ടാകുമ്പോൾ നിർത്തി. 5ാമത് തുടങ്ങിയത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നത്, ഒരു പെറ്റ് ഷോപ്പ്, ഫിഷ് ഇതൊക്കെ വെക്കുന്നത്. അതായത് വാട്ട് ഹി വാസ് ഡൂയിങ് വാസ്, അറിയാത്ത ഒരു ചെയിൻ ഓഫ് ബിസിനസ്, പലതരത്തിലുള്ള ബിസിനസ് പറന്ന് ചെയ്തു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താണ് ഇവൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ചെയ്തു, അപ്പോൾ ഒരുപാട് ലോസായി, ഫിനാൻഷ്യൽ ലോസായി. പിന്നെ ഞാൻ എൻ്റെ സിബ്ലിങ്സിൻ്റെ അടുത്തൊക്കെ ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, വൈഫിനോട് വാങ്ങിയിട്ടുണ്ട്, ഫ്രണ്ട്സിനോട് വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി ഫുൾ ലോക്കായിട്ടുള്ള സമയത്താണ് ഇവൻ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറയാന്ന് വെച്ചാൽ ഇതാണ് പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിന്റെ ഇഷ്യൂ എന്താണ്? അപ്പോൾ ഹി വാസ് ടെല്ലിങ് മീ ദാറ്റ് ഇവനിക്ക് എന്തൊക്കെ ചെയ്തിട്ടും ഒരു തരത്തിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ലൈക്ക് ഹീസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോക്കസ്, ഇൻഅറ്റൻറ്റീവ്, അതായത് അറ്റൻഷൻ ഇല്ല. ചുരുക്കി പറയാന്ന് വെച്ചാൽ അയാൾ കുറച്ച് ഒരു ബിസിനസ് ആവേശത്തിൽ തുടങ്ങും, ഭയങ്കര എക്സൈറ്റഡ്. ഓരോ ബിസിനസ്സും തുടങ്ങുന്നത് ഇവന് അതിനെപ്പറ്റി പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് 2-3 ആളോട് ഒരു 1-2 അഭിപ്രായം ചോദിച്ചിട്ട് ഇവൻ ബിസിനസ് അങ്ങ് തുടങ്ങുകയാണ്. തുടങ്ങിക്കഴിഞ്ഞാലോ ഇവനിക്ക് അതിന് കൊടുക്കേണ്ട, ഒരു ബിസിനസ്സിന് കൊടുക്കേണ്ട അറ്റൻഷനോ, അല്ലെങ്കിൽ ആ ബിസിനസ്സിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നോ, അതിൻ്റെ സാധനങ്ങൾ എങ്ങനെ ഡെഡ് സ്റ്റോക്ക് ആകാതെ വെക്കാന്നോ ഒരു ഐഡിയ, ഒരു പ്ലാനിങ്ങും ഇല്ല. ഇയാൾ ഇങ്ങനെ തുടങ്ങുക പോവുക. ഇതിന്റെ റിസൾട്ട് എന്താണ്? അവരെ കൂടെയുള്ള ആൾക്ക് ഹെവി ആയിട്ടുള്ള പ്രോബ്ലംസ് വരികയാണ്. ഇവനെ കെയർ ചെയ്യാനും ഇവനാകെ ഫുൾ ഡൗൺ ആയിട്ട് ഒരു മെന്റൽ പ്രോബ്ലം പോകുന്ന അവസ്ഥയിലേക്ക് പോവാണ്. അപ്പോൾ ഇതിന്റെ ബേസിക് ഇഷ്യൂ ഇതിൽ ഉണ്ടായിരിക്കുന്നത് ഇവന് ലാക്ക് ഓഫ് അറ്റൻഷൻ. ഇവൻ ഈ സാധനത്തോട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു സംഭവം മുന്നോട്ടേക്ക് കിട്ടുന്നില്ല. ഇതാണ് ഇവനുണ്ടായ പ്രോബ്ലം. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു ലൈഫ് സിറ്റുവേഷൻ. ഇനി 2ാമത്തെ പ്രോബ്ലം പറയാം. 2ാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് മറ്റുള്ള ആളെ ഒന്നും എടുക്കണ്ട, ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ ഒരു സമയത്ത്
എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, എനിക്കിങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു, ഒന്നുമില്ല കാഷ്വൽ ടോക്കിലാവാൻ പറഞ്ഞു, എടാ വണ്ടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ നെക്സ്റ്റ് എൻ്റെ ചെന്ന് തരും, വണ്ടി ഞാൻ മേടിക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഇങ്ങനൊരു വണ്ടി മേടിക്കണമെന്നോ ഈ ഒരു വണ്ടിയുടെ ആവശ്യം എനിക്കുണ്ടെന്നോ അതിന് മുന്നേ ഞാൻ ഒന്നും ആലോചിക്കുന്നില്ല. ഈ ഒരു കോൺവെർസേഷൻ ഉണ്ടായി പിന്നെ എൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഐ ആം ഗോയിങ് ടു ബൈ ദിസ് കാർ. അത്രയും ഞാൻ ഫിനാൻഷ്യലി കാർ വാങ്ങാൻ വേണ്ടി വേറെ ബഡ്ജറ്റ് വെക്കും ഒന്നും ചെയ്തിട്ടില്ല. വിത്തൗട്ട് എനി തിങ്കിങ് ഓഫ് ദ റിസൾട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡിസൈഡ് ചെയ്യാണ് ഞാൻ വണ്ടി മേടിക്കാൻ പോവാണ്. ഓക്കെ, മേടിക്കാൻ പോവല്ലേ, മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കാണെങ്കിൽ അത് പിന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ പിന്നെയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അവിടെ കമ്പനിയിലും 2-3 വണ്ടികളുണ്ട്, വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വണ്ടി എന്തിനാണ് മേടിക്കുന്നത് പിന്നെയാണ് ചിന്തിക്കുന്നത്. ആഫ്റ്റർ ഇമ്പൾസീവ് തിങ്കിങ്, അതായത് ഇമ്പൾസ് ആക്ഷൻ, ഇമ്പൾസീവ് ബിഹേവിയർ, പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുക, പെട്ടെന്ന് ഡിസിഷൻ ചെയ്യുക. അതിനെപ്പറ്റി മുന്നേ ചിന്തിച്ചിട്ടൊന്നുമില്ല. അത് പിന്നെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞ ശേഷം റിഗ്രറ്റും ചെയ്യും, അത് വേണ്ടായിരുന്നു. ഫസ്റ്റത്തെ കേസിൽ നമ്മൾ കണ്ടത് ലാക്ക് ഓഫ് അറ്റൻഷൻ, യാതൊരു ശ്രദ്ധയും ഇല്ലാതെ ഫോക്കസ്ഡ് അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഓരോ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ എൻ്റെ കേസിൽ കണ്ടത് എന്താണ്, ഇമ്പൾസീവ്, ഞാൻ പെട്ടെന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാം. സ്റ്റോറി അല്ല, റിയൽ ലൈഫ് ഇതായിട്ടില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ യു ക്യാൻ സീ, ഓക്കെ, ലൈക്ക് ഞാൻ പിന്നെ സ്പ്രിങ്ങുള്ള ചെയറിലൊന്നല്ല ഇരുന്നിരുന്നത്, നോർമൽ ആയിട്ടുള്ള വുഡൻ ചെയറിലാണ് ഇരുന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ എന്നാലും ഞാനിങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒന്ന്. രണ്ടാമത് എൻ്റെ കൈകൾ, ഞാനിപ്പോൾ ഇവിടെ ഈ ടേബിളിൽ ഫോഴ്സായിട്ട് ഇരുന്നുകൊണ്ട് കൈ അവിടെ നിൽക്കും, അല്ലെങ്കിൽ കൈ ഇങ്ങനെ മേലോട്ട് പോകും, താഴോട്ടേക്ക് വരും, അല്ലെങ്കിൽ ലൈക്ക് ഫിംഗേഴ്സ് ക്രോസ്ഡ് ആയിരിക്കും. ലൈക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയൂലേ, രാവിലെ ഞാൻ എണീച്ച് ജിമ്മിന് പോയിട്ട് ഞാൻ ഫുൾ പമ്പായി, ഞാൻ ഫുള്ള് ബ്ലഡ് പമ്പിലുള്ള ആ ഒരു സിറ്റുവേഷൻ 24/7 അതുപോലെ ഫുള്ള് ത്രൂ ഔട്ട് ദ ഡേ ഫീൽ ചെയ്യുക. ദിസ് ഈസ് കോൾഡ് ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പറായിട്ട് ആക്റ്റീവ് ആവുക. അപ്പോൾ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ 3 കാര്യങ്ങൾ ഞാനിപ്പം പറഞ്ഞത്. ദ ഫസ്റ്റ് സ്റ്റോറി ഈസ് ലൈക്ക് ദ ഇൻഅറ്റൻഷൻ, ലാക്ക് ഓഫ് അറ്റൻഷൻ. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്, ഇമ്പൾസ് ബിഹേവിയർ, പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുക, പെട്ടെന്ന് ഞാൻ തീരുമാനം എടുക്കണം. ഓക്കെ, മൂന്നാമത് ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, ഹൈപ്പർ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം യു ആർ ഹാവിങ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഈ സാധനം ഇപ്പം നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി, ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റുമുള്ള പല ആൾക്കാരെ നോക്കിയാൽ മതി, അവരിലുണ്ടാകാം. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, കോമൺ സിംറ്റംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെയും ഉണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഫാസിൽ പറഞ്ഞ ഒരു ADHD ഉണ്ട്. എനിക്കറിയില്ല അയാൾ ഹൈപ്പർ ആണോ അല്ല എന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് ചില ആൾക്കാർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും പോകും. ലൈക്ക് എ കൈൻഡ് ഓഫ്, ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഹീസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഒരു ബിസിനസ് ചെയ്തിട്ടും ഒരു തരത്തിലുള്ള ഇതിലും അയാൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അയാൾക്ക് ഒന്ന് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് പോയിട്ട് അടുത്ത് ചെയ്യാൻ തോന്നും. അപ്പോൾ അയാൾ എക്സൈറ്റഡ് ആണ്, അയാൾ തളരുന്നില്ല. അയാളെ കൂടെയുള്ള ആൾക്കാർ, പീപ്പിൾ ഹൂ സറൗണ്ടിങ് ഹിം, അല്ലെങ്കിൽ പീപ്പിൾ ഹൂ ലവ്സ് ഹിം, അവരാണ് തളർന്നു പോകുന്നത്. സോ ഈ ഒരു ഡിസോർഡർ, ഇതാണ് ADHD ഇൻ അഡൽട്സ്. കുട്ടികളിൽ പലതരത്തിലും വരാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ അഡൽട്സിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ ഞാൻ ആളല്ല. ബട്ട് ഇവർ പറയുന്ന നോർമലായിട്ടുള്ള നോംസ് ആൻഡ് കാര്യങ്ങളിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ലൈക്ക് ദിസ് ഈസ് റിലേറ്റഡ് ടു ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ബ്രെയിനിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി ആ സാധനം സിഗ്നൽ പാസ് ചെയ്തിട്ടാണ് ഐ ആം ടോക്കിംഗ് ടു യു. അപ്പോൾ ഇതിൻ്റെ റൂട്ട് മാറുക. പിന്നെ ഒരു സാധനമുണ്ട് ഡോപ്പമിൻ. നമ്മൾ പറയുന്നുണ്ട് കുറേ നേരം സ്ക്രീൻ നോക്കിയെന്ന് നമ്മളെ ഡോപ്പമിൻ റഷ് ഉണ്ടാവും എന്നൊക്കെ. ഈ പറഞ്ഞ ഡോപ്പമിൻ എന്ന് പറഞ്ഞ സാധനം ഈ ADHD ഇൻഡിവിജ്വൽസിൽ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഈ സംഭവം കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ്
പലതരത്തിൽ പല ആൾക്ക് പലതരത്തിലാണ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഒന്നും എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. ചില ആൾക്ക് ഈ സിംറ്റംസ് ഫുൾ ഉണ്ടാവും, ചില ആളിൽ ചില സിംറ്റംസ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഞാനിപ്പോൾ വായിച്ചപ്പോൾ അമേരിക്കയിലുള്ള റിസർച്ച് പറയുന്നത് 10% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഹാവിങ് ADHD എന്നാണ് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ പ്രോബ്ലംസ് ഒന്നും വരാത്തതുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാണ്ട് പോകുന്ന കേസുമുണ്ട്. ചില ആൾക്കാർ ലൈഫ് ടൈം മൊത്തം അവരുടെ ചെറുപ്പം മുതൽ പ്രായമായി ടിൽ ടൈം ഹി ഡൈസ് അയാൾ റെക്കഗ്നൈസ് ചെയ്യില്ല അയാൾക്ക് ADHD ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സയൻസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ടും ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇങ്ങനെ ADHD എന്നൊക്കെ പറഞ്ഞ് നെയിം ചെയ്തിട്ടുള്ളത്. ഇത് പണ്ടേ ഉണ്ട്, ഇതെല്ലാം ചരിത്രാതീത കാലം മുതൽക്കേ ഉള്ള സാധനമാണ്. പക്ഷെ ഇതിനെ പണ്ടത്തെ ആൾക്കാർ എന്താ പറഞ്ഞിരുന്നതെന്ന് അറിയോ? അവർ പറയും ആ ചെക്കൻ കുറച്ച് പൊട്ടിത്തെറിച്ചേക്കനാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ചെക്കന് കുറച്ച് വെകിളിയാണ്. കുറച്ചുകൂടി വയസ്സായ ആൾക്കാർ പറയും ആറാമ്പറപ്പാണേ. അപ്പോൾ ഇത് എല്ലാവരുടെ കേസിലും അല്ല, പക്ഷേ ADHD ഉള്ള ഇൻഡിവിജ്വൽസിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് അവരെ ബ്ലെയിം ചെയ്യുന്നത്. ബിക്കോസ് ദെയർ ബ്രെയിൻ ഈസ് സ്ട്രക്ചേർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ കൻ നോട്ട് കോർഡിനേറ്റ് ദെയർ തിങ്സ് ഇൻ പ്രോപ്പർ മാനർ. അവർക്ക് പോലും അവരുടെ കാര്യം പ്രോപ്പർ മാനറിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനീ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് താളന് പിന്നെ ബാക്ക് ടു ബാക്ക് ബിസിനസ്സിൽ ലോസ് ഉണ്ടായതും ബിസിനസ്സുകൾ പൂട്ടിക്കെട്ടേണ്ടി വന്നതും ലൈഫിൽ ഡിസോർഡർ ഉണ്ടായതും ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് ഉണ്ടായതും എല്ലാത്തിൻ്റെയും കാരണം നമുക്ക് അയാളെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷേ ഇതിൻ്റെ ബേസിക് പ്രോബ്ലം എന്താണ്? ഹിസ് ബ്രെയിൻ ഈസ് സ്ട്രക്ചേർഡ് ഇൻ സച്ച് എ വേ എന്ന് വിചാരിച്ചിട്ട് നാട്ടിലുള്ള എല്ലാ തോന്നിവാസങ്ങൾക്കും ADHD എന്ന് പറയാൻ പറ്റില്ല. ഞാനീ പറഞ്ഞ പോലെ ഇതിനെ പിന്നെ സയന്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ പിന്നെ ഡയഗ്നൈസ് ചെയ്യാൻ പറ്റിയാൽ ആണ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇതിനെ പറയാൻ പറ്റുന്നത്. ഇനി ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നോർമൽ ദേ സേസ് ദാറ്റ് ബ്രെയിൻ വർക്ക്സ് ഇൻ എ ഡിഫറെന്റ് വേ അതർ ദാൻ ദ നോർമൽ ഇൻഡിവിജ്വൽസ്. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോബ്ലംസ് ഇൻ അറ്റൻഷൻ, പ്രോബ്ലംസ് ടു എബിലിറ്റി ടു സിറ്റ് സ്റ്റിൽ, നോ ഫോക്കസ്, ഇമ്പൾസീവ് ആക്ഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി. മോസ്റ്റ്ലി ദിസ് ഈസ് സീൻ ഇൻ ബോയ്സ് ആൻഡ് ദേ വിൽ പൊസസ് ലൈക്ക് എക്സസീവ് എനർജി. ആൻഡ് ഇനി ഇതിന്റെ കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ റീസൺസ് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജെനറ്റിക് ഫാക്ടേഴ്സ് ആണ് മെയിൻ വരുന്നത്. പിന്നെ അല്ലാതെ വരുന്നത് നോൺ ജെനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ലോ ബർത്ത് വെയ്റ്റ്, പ്രിമേച്വർ ബർത്ത്, എക്സ്ട്രീം സ്ട്രെസ് ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ ഇതൊക്കെയാണ് റീസൺസ് പറയുന്നത്. ഒന്ന് ജനിതകമായിട്ട് വരുന്നത്, ഒന്ന് നോൺ ജെനറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ പറയുന്നത് പ്രസവ സമയത്തുള്ള ഓവർ ടെൻഷൻ അല്ലെ ഓവർ സ്ട്രെസ് ഡ്യൂറിങ് ദ ബർത്ത് അല്ലെങ്കിൽ പ്രീമേച്വർ ബർത്ത്. ഇതൊക്കെയാണ് റീസൺസ്. ഓക്കെ. പിന്നെ പറയുന്നത് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തെറാപ്പി ഉണ്ട്. ബേസിക്കലി ഫസ്റ്റ് ലൈൻ ആയിട്ട് കൊടുക്കുന്നത് തെറാപ്പിയും കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ബേസിക് ആയിട്ടൊരു സംഭവമേ ഉള്ളൂ. യു ഐഡന്റിഫൈ യുവർ പ്രോബ്ലം, വർക്ക് ഓൺ ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ പറയുന്നത് തെറാപ്പി, മെഡിസിൻസ്. പിന്നെ മെഡിസിൻ ഫസ്റ്റ് ലൈൻ മെഡിസിൻ ആയിട്ട് ഇവർ പറയുന്നത് ആംഫിറ്റമൈൻസ്, അതുപോലെ തന്നെ മീഥൈൽ ഫിനിഡേറ്റ്. Recent study estimated that 10% of the US adult having ADHD. In adults, impulsivity and hyperactivity may decrease, and instead extreme restlessness and a kind of anxiety will grow. അതായത് ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ വലുതായി വരുന്നതോറും ഈ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ കൺട്രോൾഡ് ആവും. ഈ എക്സസീവ് ഇമ്പൾസിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി, ലാക്ക് ഓഫ് അറ്റൻഷൻ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കുറഞ്ഞിട്ട് വേറൊരു സാധനമായിട്ട് മാറും. എ കൈൻഡ് ഓഫ് ആങ്സൈറ്റി വിത്ത് ഡിപ്രഷൻ. ഈ സാധനത്തിലേക്ക് പോകുമ്പോഴാണ് ആൾക്കാർ ഡോക്ടറെ കണ്ടിട്ട് ചില ഡിപ്രഷൻ പിൽസൊക്കെ കഴിച്ചിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ എനിഹൗ ഐ തിങ്ക് ദിസ് ഇൻഫർമേഷൻ മേ ബി ഹെൽപ്ഫുൾ ടു some people. Like evaluate yourself. If you have a ADHD, don't worry. This is all over the world. എവിടെയും like ലോകത്തിൽ എവിടെയും എല്ലാവർക്കും മനുഷ്യനുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാകുന്നതാണ്. So only thing is that you have to make a evaluation of yourself, make a appraisal of yourself, your performance appraisal, and go on. Okay guys, bye.